എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. മിക്കവരുടെ ഒരു പ്രശ്നമാണല്ലോ കൈകളിലെ നമ്മുടെ കൈകൾ ഉണ്ടാകുന്ന കറുപ്പും അതുപോലെ തന്നെ ടാൻ അടിച്ചിരിക്കും. നമ്മുടെ ഒരു കൈയുടെ മേൽഭാഗം തൊട്ട്, അതായത് ഈ ഒരു ബ്ലൗസ് ഇടുന്ന ഒരു ഭാഗം വരെ, കൈയുടെ ഭാഗം വരെ നല്ല കളർ ഉണ്ടായിരിക്കും. അതിന് താഴോട്ട് കളർ കുറഞ്ഞ് ടാൻ അടിച്ചിരിക്കില്ല, മിക്കവാറും പേർക്ക് ഉണ്ടത്. അപ്പോൾ അത് മാറാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൈപ്പത്തിയിലുള്ള ചുളിവുകൾ, നമ്മുടെ കൈപ്പത്തിയിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറാനായിട്ടുമുള്ള നല്ലൊരു ബോഡി സ്ക്രബാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ക്രബ് ചെയ്യാം, ഫുൾ ബോഡി വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അണ്ടർആംസിൽ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാം. ഞാൻ ഫുൾ ബോഡി ചെയ്യാവുന്ന ഒരു ഫുൾ ബോഡി സ്ക്രബാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ കയ്യിലാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കത് ഡെയിലി ചെയ്തു പോകാം, ഇല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ചെയ്തു പോകാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് ചെയ്തു പോകാവുന്ന നല്ല അടിപൊളി ഒരു സ്ക്രബാണ്. അപ്പം നമ്മളെ എല്ലാ ഒരു പ്രശ്നമാണ്, നമ്മളിങ്ങനെ കരിവാളിച്ച് പിന്നെ അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ആദ്യത്തെ തവണ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കിട്ടും. പക്ഷേ അത് ഡെയിലി ഒരുപാട് നല്ല ഡിസ്കളറേഷനൊക്കെ ഉള്ളവർ ഡെയിലി അത് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1-2 ആഴ്ചകൾ കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം കിട്ടും. അപ്പം നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു സ്ക്രബാണ്. ബോഡിയിലും കയ്യിലും കാലിലും മൊത്തം ഉപയോഗിക്കാവുന്ന ഒരു സ്ക്രബാണ് കേട്ടോ. ബോഡിയിൽ ഫുൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബാണ്, അടിപൊളി ഒരു സ്ക്രബാണ്. അപ്പം നമ്മുടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒരു കറുപ്പ് പോലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് തേച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് പോകാനായിട്ടും നല്ല ഗ്ലോ കിട്ടാനായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസ് കുറയാനായിട്ടും ടാൻ മാറാനായിട്ടും എല്ലാമായിട്ടുള്ള നല്ല അടിപൊളി ഒരു ബോഡി സ്ക്രബാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാൻ മറന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീഡിയോ എല്ലാം ഓരോരുത്തരിലേക്ക് എത്തുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ഓരോ അറിവുകളും മറ്റുള്ളവർക്ക് എത്തപ്പെടട്ടെ അല്ലേ. അപ്പം നല്ലൊരു മനസ്സോടു കൂടി തന്നെ ഒരു ലൈക്ക് തരാൻ മറന്നുമല്ലേ. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സ്ക്രബ് ഉണ്ടാക്കിയെടുക്കുന്ന നോക്കിയാലോ. വാ. അപ്പം നമ്മുടെ ബോഡിയൊക്കെ നമ്മുടെ ഡെഡ് സ്കിൻ എല്ലാം മാറി കൈകളിലും കാലുകളിലും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ഡെഡ് സ്കിന്നും ഒക്കെ മാറിയിട്ട് നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആകാനും ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടുള്ള നല്ലൊരു ബോഡി സ്ക്രബാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ ഹണി എത്ര ഒഴിക്കുന്നതെന്ന് ഞാൻ പറയാം. ഹണി വേണം. അതുപോലെ തന്നെ ബ്രൂ കോഫിയുടെ ഒരു പാക്കറ്റ് വേണം. ഇത് നല്ല കാപ്പിപ്പൊടിയാണെങ്കിൽ അത്രയും നല്ലത്. ഇതിപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 രൂപയുടെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ അലോവേരയുടെ ജെല്ല് വേണം. കോക്കനട്ട് ഓയിൽ വേണം. ഇത് നല്ല നാടൻ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. അതുപോലെ തന്നെ നാരങ്ങാനീര് വേണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ പഞ്ചസാര ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോഫി പൗഡർ ഒന്ന് പൊട്ടിച്ചിടാവേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. മിക്ക ആൾക്കാരും പറയുന്നുണ്ട് കയ്യിൽ ടാനൊക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഡെഡ് സ്കിന്ന് ഒരുമാതിരി കൈ ഭയങ്കര ഡ്രൈനെസ് ആയിട്ടിരിക്കുന്നു. ഇതിനെല്ലാമായിട്ടുള്ള നല്ലൊരു പരിഹാരമാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാവേ. 1 ടേബിൾ സ്പൂൺ ഹണി. ഇനി അലോവേരയുടെ ജെല്ല് ഒരു ചെറിയ ടീസ്പൂണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഡെയിലി നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടും കിട്ടും. നിങ്ങളുടെ ഒത്തിരി ടാനുള്ളവർക്കൊക്കെ, ഒത്തിരി കരിവാളിപ്പുള്ളവർക്കൊക്കെ ഡെയിലി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റമായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കേട്ടോ. 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് സ്കിൻ ബ്രൈറ്റനായിട്ട് ഏറ്റവും നല്ല സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് നമ്മുടെ നാരങ്ങ കേട്ടോ. ടാനൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ കയ്യിലായതുകൊണ്ട് നമുക്കൊരു ചെറിയ നാരങ്ങയാണ്. വലിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി മതി. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു ചെറുത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. അപ്പം നമുക്ക് പഞ്ചസാര ഒരുപാട് അങ്ങ് അലിയിക്കൊന്നും വേണ്ട. ആ ഒരു തരിതരിപ്പോടെ നമുക്ക് ചെയ്യണം കേട്ടോ. പഞ്ചസാര അലിയിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്തെല്ലാം നമുക്ക് ടാൻ ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ തേക്കുക.
നല്ല രീതിയിൽ എല്ലായിടത്തും ഈ കൈവിരലിലും എല്ലായിടത്തും നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക്, അതുപോലെ നമ്മുടെ മുട്ടിൻ്റെ ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്ത്, മുട്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് കറുപ്പ് പോലെ വരുമല്ലോ ഇവിടെ, അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെ കൂടുതലുള്ളവരൊക്കെ ഡെയിലി ചെയ്യണം. ഡെയിലി ചെയ്യുമ്പം ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് പോയി കിട്ടും. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ചുളിവുകളൊക്കെ ഉണ്ടല്ലോ, കയ്യിൽ ഇവിടുത്തെ ചുളിവുകളും ഒക്കെ മാറാനായിട്ട് നല്ല. ചിലർ ഇവിടെ ഈ കയ്യിൽ ഇവിടെയൊക്കെ കറുത്തിരിക്കുന്ന കാണുമല്ലോ, ഭയങ്കരമായിട്ട് കറുപ്പടിച്ച്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു റിസൾട്ടാണിത്. അപ്പോൾ നമുക്ക് ഈ മുട്ടിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം, ഡെഡ് സ്കിന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഫുൾ ബോഡി ചെയ്യാവുന്നതാണ് കേട്ടോ. ഫുൾ ബോഡി നമുക്ക് കഴുത്തിൻ്റെ പുറകിലൊക്കെ ഉണ്ട് കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ്. ഒരു 5 മിനിറ്റെങ്കിലും നമ്മളിതുപോലെ മസാജ് ചെയ്യണം നല്ല രീതിയിൽ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ചിലവർക്ക് ഇവിടം വരെ ഒരു വെളുത്ത നിറമായിരിക്കും, ഇവിടോട്ട് കറുപ്പായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഉള്ളവരൊക്കെ ചെയ്ത് നോക്കിക്കോ. കൈയുടെ ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് ചെയ്യാം. നല്ല സോഫ്റ്റ് ആകും സ്കിന്നൊക്കെ. ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം. അപ്പം നല്ലവണ്ണം മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലവണ്ണം സ്ക്രബ് ചെയ്യുക. മസാജെല്ലാം നല്ലവണ്ണം സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വലിയാനായിട്ട് വിടാം. ഒരുപാട് വലിയത്തില്ല, കാരണം വെളിച്ചെണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് വലിയത്തില്ല. ഒരു 10-20 മിനിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വെക്കാവേ. അതിനുശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൈയെല്ലാം ഒന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ തൊണ്ടുണ്ടല്ലോ, ഈ ഒരു തൊണ്ട് നാരങ്ങ പിഴിഞ്ഞിട്ടുള്ളത്, അത് വെച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. നല്ലവണ്ണം നമ്മുടെ കൈയുടെ ഇവിടെയും എല്ലാം നല്ലതായിട്ട് ഉരച്ചു കൊടുക്കുക. നമുക്ക് നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു പായ്ക്കൊക്കെ ഇട്ടിട്ടാണെങ്കിലും നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. അല്ല, ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഡെയിലി ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. ഞാനിതൊക്കെ ചെയ്യുന്ന കേട്ടോ. ഈ നാരങ്ങ എപ്പോഴും ഞാൻ ഈ കയ്യിലൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ റിസൾട്ട്. അപ്പം നമുക്ക് നല്ലതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. മിക്കവർക്കും അറിയാമല്ലോ, ഈ കൈയുടെ താഴോട്ട് ഭയങ്കര ടാൻ അടിച്ചിരിക്കുമല്ലോ. അതിന് നല്ലൊരു സ്ക്രബാണിത്. നല്ലതായിട്ട് നമുക്കൊന്ന് ഉരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ ഒന്ന് വാഷ് ചെയ്യാവേ. നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ തോന്നുന്നുണ്ടെന്ന് അറിയത്തില്ല. നല്ലൊരു നമ്മുടെ ആ ഒരു കൈയൊക്കെ ഈ കൈ ഞാൻ ചെയ്തില്ല, ഈ കൈയിലാണ് ചെയ്തത്. അത്യാവശ്യം പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. കണ്ടോ, നല്ല രീതിയിലൊരു മാറ്റം നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടും. നമ്മുടെ ആ ഒരു കയ്യിലെ ടാനെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത്, ഞാൻ വേറെ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല, ഒരു ലൈറ്റിൻ്റെ വെട്ടത്ത് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അപ്പം ഡെഡ് സ്കിന്ന് മൊരിഞ്ചൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഇത് മാറിക്കിട്ടും. നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇപ്പം നമ്മുടെ സ്ക്രബും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കണ്ടല്ലോ, നല്ല വ്യത്യാസം. ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും. പിന്നെ അത് നമ്മൾ അടുപ്പിച്ച് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഞാൻ എൻ്റെ ഒരു കയ്യിലല്ല ചെയ്ത് കാണിച്ചത്. അപ്പോൾ അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇതുപോലെ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഈ കൈയുടെ ഈ കറുപ്പൊക്കെ കാരണം പിന്നെ എന്താ പറയുക, ഒരു ഭാഗത്ത് കുറച്ച് നിറമുണ്ട്, താഴോട്ട് കൈയുടെ, പിന്നെ നമ്മുടെ കൈ പത്തിയിൽ ഇരുണ്ടിരിക്കുന്നു, അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ നല്ലൊരു സ്ക്രബാണ് കേട്ടോ. ഇത് ബോഡി ഫുള്ള് തേച്ചിട്ട് നമുക്ക് ഇതുപോലെ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട്, സോപ്പൊക്കെ തേക്കുന്ന പോലെ തന്നെ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഒരു മുറിച്ചിലൊക്കെ ഉണ്ടല്ലോ, കയ്യിലും കാലിലും ഒക്കെ ഉണ്ടാകുന്ന മുറിച്ചിലൊക്കെ, അത് മാറി കിട്ടാനായിട്ട് ഒത്തിരി നല്ലതാണ്. ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട് കയ്യിലും കാലിലും ഒക്കെ മുറിച്ചിലുണ്ടെന്നൊക്കെ പറയാം. അവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. പക്ഷേ ഡെയിലി ചെയ്യണം. അങ്ങനെയുള്ളൊരു ഡെയിലി ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ബോഡി സ്ക്രബാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് പതിവായി ഉപയോഗിച്ച് നോക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങളുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻ്റായിട്ട് വന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഓയിൽ നല്ല റിസൾട്ടാണ് പറയുന്നത്. അപ്പം ഹെയർ ഓയിൽ വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നിട്ട് വോയിസ് ഇട്ടേച്ചാൽ മതി കേട്ടോ. അപ്പം അതിന് ഞാൻ റിപ്ലൈ തന്നോളാം. അപ്പം എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.